നമസ്കാരം. ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൽ വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സ്ട്രാ ഹിഡൻ ചാർജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് വരുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ചാർജസുമാണ്. ഇത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് വ്യത്യാസം വരും. കേരളത്തിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി 8%, രജിസ്ട്രേഷൻ ചാർജസ് 2%. രണ്ടാമതായിട്ട് വരുന്നത് TDS ആണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് നമ്മളുടെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 1% ബയ്യർ TDS അടയ്ക്കണം. അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് 12%, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ 5% ആണ് GST അടയ്ക്കേണ്ടത്. അടുത്തത് പ്രോപ്പർട്ടി ടാക്സ് ആണ്. അതായത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ കളക്ട് ചെയ്യുന്ന ആനുവൽ ടാക്സ് ആണ് പ്രോപ്പർട്ടി ടാക്സ്. ഇത് 0.5%-നും 3%-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ് ഇതിൽ നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ അടയ്ക്കേണ്ടത്. ഇത് വിത്ത് ഇൻഡെക്സേഷൻ 20%-ഉം വിത്തൗട്ട് ഇൻഡെക്സേഷൻ 12.5% ആണ്. ഇനി ഇൻഡെക്സേഷൻ എന്താണെന്നല്ലേ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.